അപ്പൊ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വരുന്ന വിഷയത്തിലേക്ക് തിരിച്ചു വരട്ടെ. ആ സംഭവത്തിലാണ് പ്രവാചകൻ തന്റെ അരിമ ശിഷ്യന്മാരോട് ഈ കൊടും ക്രൂരത കാണിച്ച സമൂഹത്തിനെതിരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 5 നേരത്തെ നിസ്കാരത്തിലും ദുആ ചെയ്യുകയാണ്. പടച്ചവനെ, നിന്റെ കഠിനമായ ശിക്ഷ അവരിൽ ഇറങ്ങണം. നീ ഓരോരുത്തരെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് പടച്ച തമ്പുരാനോട് ദുആ ചെയ്തു. നീ അവരെ പിടിക്കണം, നീ അവരെ ശക്തമായ പിടുത്തം പിടിക്കണേ എന്ന് ദുആ ചെയ്തു. പിന്നെ സഹാബത്ത് പറയണ റസൂൽ ആ നിസ്കാരത്തിൽ പേരെടുത്ത് പറഞ്ഞ ആൾക്കാരൊക്കെ പിന്നെ ബദറിൽ ഇങ്ങനെ കഴുത്തറുക്കപ്പെട്ട് മുറിഞ്ഞു കിടക്കുന്നതായി ഞങ്ങൾ കാണുകയുണ്ടായി. കാരണം പ്രാർത്ഥിച്ചത് മഹാനായ മുഹമ്മദ് മുസ്തഫയാണ്. നോക്കണം. അപ്പൊ ആ ഒരു സംഭവത്തിലാണ് സുഹൃത്തുക്കളെ പ്രവാചകൻ അങ്ങനെ പ്രാർത്ഥിച്ചത്. അങ്ങനെ നിരന്തരം പ്രാർത്ഥിച്ചു. പിന്നെ അല്ലാഹു തആല പറഞ്ഞു, ഇനി വേണ്ട, പ്രാർത്ഥിക്കണ്ട, നിർത്തിവെക്കാൻ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 1 മാസക്കാലം ഈ ഏർപ്പാട് തുടർന്നു. പിന്നീട് ഖുനൂത്ത് സുമ്മ തറക്കഹു, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഖുനൂത്ത് അവസാനിപ്പിച്ചു. എന്നാൽ ഇതാണ് ഈ വിഷയത്തിൽ പ്രബലമായിട്ട് വന്ന, അഥവാ ബുഖാരിയിലും മുസ്ലിമിലും സ്വഹീഹായ മേഖലയിലൊക്കെ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള സംഭവം. എന്നാൽ ചില ആളുകൾ പറയുന്നു സുബഹിക്ക് ഖുനൂത്ത് പ്രവാചകൻ മരണം വരെ ഓതിയിട്ടുണ്ട്. അത് പറയുന്നത് ആരാണ്? നേരത്തെ ഞാൻ ഈ പറഞ്ഞ 1 മാസക്കാലം റസൂൽ ഖുനൂത്ത് ഓതിയിട്ട് പിന്നെ ഉപേക്ഷിച്ചു എന്ന് പറയുന്ന അതേ സ്വഹാബിയുടെ പേരിൽ. നിങ്ങൾ നോക്കൂ, അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് തന്നെ വീണ്ടും പറയുകയാണെന്ത്? അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖനത ശഹ്റൻ യദ്ഉ അലാ ഖാതിലി അസ്ഹാബിഹി ബിബിഇരി മഊന സുമ്മ തറക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ നേരത്തെ പറഞ്ഞ ഈ സംഭവത്തിന്റെ പേരിൽ ആ കൊലയാളികൾക്കെതിരെ 1 മാസക്കാലം ഖുനൂത്ത് നിർവഹിക്കുകയും സുമ്മ തറക എന്ന് കൃത്യമായി തന്നെ അനസ് റളിയല്ലാഹു തആല അൻഹു രേഖപ്പെടുത്തിയിട്ട് പിന്നെ ആ ഹദീസിനൊരു വാല് വെച്ചു കൊടുത്തു. അതില്ലാത്തതാ. എന്താ വാല്? പിന്നെ തുടർന്നുകൊണ്ട് അനസ് റളിയല്ലാഹു അൻഹു തന്നെ പറഞ്ഞു എന്ന് വരുത്തി തീർക്കുകയാണ്. എന്താ പറഞ്ഞത് പോലും? ഫഅമ്മ സുബ്ഹ്, എന്നാൽ സുബഹി നമസ്കാരം, ഫലം യസൽ യഖ്നുതു ഹത്താ ഫാറഖ ദുനിയാ, റസൂലുള്ള ഖുനൂത്ത് ഓതിക്കൊണ്ടേയിരുന്നു സുബഹിയിൽ ദുനിയാവിൽ നിന്ന് വിട പിരിയുവോളം. ദുനിയാവിന്ന് വിട പറയുന്നത് വരേക്കും പ്രവാചകൻ സുബഹിക്ക് ഖുനൂത്ത് നിർവഹിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ പേരിൽ പറഞ്ഞു. ഈ ഹദീസിന്റെ പരമ്പര, ഈ വാചകം വന്നിട്ടുള്ള റിപ്പോർട്ടിന്റെ പരമ്പര അങ്ങേയറ്റം ദുർബലമാണ്. എന്താ ദുർബല എന്ന് പറഞ്ഞാൽ? ഒരു ഹദീസിനെ സ്വീകരിക്കാൻ ഒരു ഹദീസിന്റെ കോലം അതിനുണ്ടായാൽ പോരാ, അതിന്റെ പരമ്പരയിൽ വന്നിട്ടുള്ള വ്യക്തികളുടെ ചരിത്രം പരിശോധിച്ച് അവരെ കൃത്യമായ പരിശോധനക്ക് വിധേയമാക്കി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള മാനദണ്ഡങ്ങളും ഷർത്തുകളും ഒക്കെ ഒത്ത വ്യക്തിത്വങ്ങളാണോ എന്ന് പരിശോധിക്കപ്പെടും. ആ പരിശോധനയിൽ ഇതിന്റെ സനദിൽ വന്നിട്ടുള്ള അബൂ ജഅഫർ റാസി എന്ന് പറയുന്ന വ്യക്തി, റബീഅ ഇബ്നു അനസ് എന്ന് പറയുന്ന വ്യക്തി, ഇവരൊക്കെ ഈ വിഷയത്തിൽ അസ്വീകാര്യരാണ്, കൊള്ളരുതാത്തവരാണ് എന്ന് കൃത്യമായി ആ ശാസ്ത്രത്തിൽ അവഗാഹം നേടിയിട്ടുള്ള പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മീസാനുൽ ഇഅ്തിദാൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ കാണാം, തഹ്ദീബിൽ കാണാം. ഇതൊക്കെ ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ ഈ സനദിൽ അഥവാ ഈ സംഭവം റിപ്പോർട്ട് ചെയ്ത ഏത് സംഭവം? സുബഹിയിൽ അവിടുന്ന് മരണം വരെ ഹത്താ ഫാറഖ ദുനിയാ, ദുനിയാവിൽ നിന്ന് വിട പറയുന്നത് വരേക്കും അവിടുന്ന് ഫജ്റിൽ ഖുനൂത്ത് ഓതിയിട്ടുണ്ട് എന്ന് പറയുന്ന വാചകമുള്ള ആ സംഭവം റിപ്പോർട്ട് ചെയ്ത പരമ്പരയിലുള്ള വ്യക്തികളിൽ അബൂ ജഅഫർ റാസി എന്ന് പറയുന്ന വ്യക്തി, റബീഅ ഇബ്നു അനസ് എന്ന് പറയുന്ന വ്യക്തി, ഇവരൊക്കെയും ഈ രംഗത്ത് വിശ്വസിക്കാൻ കൊള്ളരുതാത്തവരാകുന്നു എന്ന് കണിശമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആ സ്ഥാനത്ത് ആ ഹദീസിന് ഹദീസ് പണ്ഡിതന്മാരുടെ ഉസൂലുൽ ഹദീസിന്റെ ശാസ്ത്രപ്രകാരം നിയമപ്രകാരം മഖ്ബൂൽ സ്വീകാര്യതയുടെ പട്ടികയിൽ സ്ഥാനമില്ല. മറിച്ച് മർദൂദ് തള്ളപ്പെടുന്നവ അതിന്റെ പട്ടികയിലാണ് ഇതിന് സ്ഥാനമുള്ളത്. ഇതാണ് സുഹൃത്തുക്കളെ ഈ വിഷയത്തിലുള്ള പ്രധാനപ്പെട്ട സംഗതി. എന്നാൽ നിങ്ങൾ നോക്കൂ, ഈ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടത്തിൽ സ്വഹാബിമാർക്കിടയിൽ ഈ വിഷയത്തിൽ എന്തൊക്കെ അഭിപ്രായമാണ് ഉണ്ടായിരുന്നത്, അഥവാ അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് എന്താണ് ഈ വിഷയത്തിൽ പഠിച്ചു വെച്ചത്, ഇതും കൂടി നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് അനാചാരമാണ്, സുബഹിക്ക് നടക്കുന്ന ഈ സമ്പ്രദായം, ഇതിന് തെളിവുകളുടെ പിൻബലമില്ല എന്നുള്ള വാദം ഈ കാലഘട്ടത്തിൽ ആരെങ്കിലും 920-കൾക്ക് ശേഷം കേരളത്തിൽ കൊണ്ടുവന്ന ഒരു നവീന വാദമൊന്നുമല്ല. ചില ആളുകൾ പറയുന്നത് കേട്ടാ അങ്ങനെ തോന്നിപ്പോവുക.
ഇത് കേരളത്തിൽ 920-കൾക്ക് ശേഷം വന്ന ഒരു പുതിയ വാദമാണ്. ഇത് ബിദ്അത്താണ്, ഇത് പുതിയതാണ് എന്ന വാദം പണ്ടില്ല. പുതിയതാണെന്ന വാദം തന്നെ പുതിയതാണ് എന്നൊക്കെയുള്ള പ്രയോഗങ്ങളാ കേൾക്കുന്നതെങ്കിൽ നിങ്ങൾ നോക്കൂ, ഒരു സ്വഹാബിയോട് മോൻ ചോദിക്കുകയാണ്, അന്നബി മാലിക്കുൽ അസ്ജഈ, അബൂ മാലിക്കുൽ അസ്ജഈ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ശരിക്കുള്ള കൃത്യമായ പേര് മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നു സഅദ് ബിൻ താരിഖ് ബിൻ അശ്യം എന്നാണ്. അദ്ദേഹം തന്റെ പിതാവിൽ നിന്ന് ഉദ്ധരിക്കുന്നു, ഖുൽതു ലി അബീ, അദ്ദേഹം പറയുകയാണ്, ഞാൻ എന്റെ ഉപ്പയോട് ചോദിച്ചു, യാ അബതി ഇന്നക ഖദ് സല്ലൈത ഖൽഫ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ അബീ ബക്കറിൻ വ ഉമറ വ ഉസ്മാന وعلي بن أبي طالب هاهنا بالكوفة نحو من 5 سنين أكانوا يقنتون في الفجر قال أي بني محدث. എന്താ ചോദ്യം? അബൂ മാലിക്കുൽ അശ്ജഈ അദ്ദേഹം പറയാണ്, ഞാൻ എന്റെ ഉപ്പനോട് ചോദിച്ച്, യാ അബതി, എന്റെ പൊന്നുപ്പ, ഇന്നക ഖദ് സല്ലൈത, നിങ്ങൾക്ക് നിസ്കരിക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ടല്ലോ, ഖൽഫ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ പിന്നിൽ നിങ്ങൾ നിസ്കരിച്ചിട്ടുണ്ടല്ലോ, വ അബീ ബക്കറിൻ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും, വ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെയും, വ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെയും, വ അലി ഇബ്നു അബീ താലിബ് ഹാഹുനാ ബിൽ കൂഫത്തി, ഈ കൂഫയിൽ വെച്ച് അലിയാരുടെ പിന്നിൽ 5 വർഷവും നിങ്ങൾ മഅ്മൂമായി നിസ്കരിച്ചിട്ടുണ്ടല്ലോ, വ റസൂലുള്ളാഹിയുടെയും 4 ഖലീഫമാരുടെയും പിന്നിൽ നിങ്ങൾക്ക് നിസ്കരിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ടല്ലോ. അകാനൂ യഖ്നുതൂന ഫിൽ ഫജ്രി, അവരെ ഫജ്റിൽ ഖുനൂത്ത് നിർവഹിക്കുന്നവരായിരുന്നുവോ? ഖാല, അദ്ദേഹത്തിന്റെ മറുപടി എന്താ? ഐ ബുനയ്യ, എന്റെ കുഞ്ഞുമോനെ, അത് മുഹദസുൻ, അത് പുതിയതാണ്, ആ പുതിയതില്ലാത്തൊരു സമ്പ്രദായമാണ്. ഈ ഹദീസാണ് പറഞ്ഞു കൊടുക്കുമ്പോ പല സുഹൃത്തുക്കളും തിരിച്ചു പറയണത് ഐ ബുനയ്യ മുഹദസ് എന്ന് പറഞ്ഞാൽ മൗലവിമാർക്ക് തിരിയാഞ്ഞിട്ടാണ് എന്ന്. അതിന്റെ അർത്ഥം മനസ്സിലായില്ല പോലും. എന്താ ഈ ബുനയ്യ മുഹദസ് എന്ന് പറഞ്ഞാ? മോനെ, ആ ചോദ്യം തന്നെ പുതിയതാണെന്നാ. എന്താ എനിക്ക് ഇത്ര സംശയമെന്ന്? അങ്ങനെ ഒരു സംശയം തന്നെ ഉണ്ടാകാൻ പാടില്ല. ചോദ്യം തന്നെ പുതിയതാണാ ഉദ്ദേശിച്ചത്, അല്ല ഖുനൂത്ത് പുതിയതാണല്ല. അങ്ങനെ ആരെങ്കിലും ചോദിക്കോന്ന് വിചാരിച്ചിട്ട് ഇദ്ദേഹം തന്നെ വേറെ റിപ്പോർട്ടിൽ ഇങ്ങനെയും കൂടെ പറഞ്ഞിട്ടുണ്ട്, സ്വല്ലൈതു ഖൽഫ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫലം യഖ്നുത് വസല്ലൈതു ഖൽഫ അബീ ബക്കറിൻ ഫലം യഖ്നുത് വസല്ലൈതു ഖൽഫ ഉമറ ഫലം യഖ്നുത് وصليت خلف عثمان فلم يقنت وصليت خلف علي فلم يقنت ثم قال يا بني إنها بدعة. എന്താ സംശയം? അദ്ദേഹം പറയണേ, ഞാൻ ഇവിടെ പിന്നിൽ നിസ്കരിച്ചു, റസൂലുള്ളാഹി ഖുനൂത്ത് ഓതിയിട്ടില്ല. അബൂബക്കർ സിദ്ദീഖിന്റെ പിന്നിൽ നിസ്കരിച്ചു, ഖുനൂത്ത് ഓതിയിട്ടില്ല. ഉമർ ഖത്താബിന്റെ പിന്നിൽ നിസ്കരിച്ചു, ഖുനൂത്ത് ഓതിയിട്ടില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ, അലി റളിയല്ലാഹു അൻഹുവിന്റെ ഒക്കെ പിന്നിൽ നിസ്കരിച്ചു, ഖുനൂത്ത് ഓതിയിട്ടില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, യാ ബുനയ്യ, എന്റെ കുഞ്ഞുമോനെ, ഇന്നഹാ ബിദ്അത്തുൻ. ഇപ്പൊ ചോദ്യം ബിദ്അത്താണോ ഖുനൂത്ത് ബിദ്അത്താണോ മനസ്സിലാക്കേണ്ടത്?